ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. വെടിനിർത്തൽ കരാറിന് പിന്നാലെ അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. ആർഎസ്പുര, അഗ്നൂർ, രജൌരി എന്നിവിടങ്ങളിൽ ഷെല്ലാക്രമണം. ശ്രീനഗറിലാകെ സ്ഫോടന ശബ്ദം കേട്ടെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. തിരിച്ചടിച്ച് ഇന്ത്യൻ സൈന്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. സ്ഥിരീകരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും. വെടിനിർത്തൽ 5 മണി മുതൽ പ്രാബല്യത്തിൽ. 4 ദിവസം നീണ്ട ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ വെടിനിർത്തൽ. എല്ലാ സൈനിക നടപടികളും നിർത്തിവെച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ തലക്കടിയേറ്റ് പാകിസ്ഥാൻ. ഇന്ത്യൻ തിരിച്ചടി പ്രതിരോധിക്കാനാവാതെ പാക് സൈന്യം. ഇസ്ലാമാബാദിലടക്കം ഇന്ത്യയുടെ പ്രഹരം. പാകിസ്ഥാന് ഇന്ത്യയുടെ അന്ത്യശാസനം. ഭാവിയിലെ ഭീകരാക്രമണം യുദ്ധമായി കണക്കാക്കും. കനത്ത തിരിച്ചടിയെന്നും ഇന്ത്യ. തിരിച്ചടി വിശദീകരിച്ച് സൈന്യം. പാകിസ്ഥാന് കനത്ത നാശം വരുത്തി. പാകിസ്ഥാന്റെ നുണപ്രചാരണം പൊളിച്ചു. ഭീകരരുടെ ക്യാമ്പുകൾ തകർത്തു. കൊടും ഭീകരരെ കൊന്നു. അടിയന്തര സാഹചര്യം തയ്യാറെന്ന് സൈന്യം. ബലൂചിസ്ഥാനിൽ പാക് സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം. 9 പാക് സൈനികർ കൊല്ലപ്പെട്ടു. കൂടുതൽ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കിയെന്ന് ബലൂച്ച് ആർമി. നടന്നത് മുഖാമുഖ ആക്രമണം. ഇടുക്കിയിൽ 4 കുടുംബം പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. സ്വദേശി കൊമ്പിടിഞ്ഞാൽ സ്വദേശിയും ശുഭയും മാതാവും മക്കളും. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങി വിരാട് കോഹ്ലിയും. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിലേക്ക് പരിഗണിക്കരുതെന്ന് BCCI അറിയിച്ചതായി റിപ്പോർട്ടുകൾ. പ്രതികരിക്കാതെ കോഹ്ലി.